ബഹുമാനനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മലയാളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, വേദിയിലും സദസ്സിലുമുള്ള ആരാധ്യരും ആദരണീയരുമായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ സമ്മേളനം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പലതുകൊണ്ടും പ്രത്യേകത നിറഞ്ഞ ഒന്നാണ്. നമ്മളിവിടെ ജാഥ നടത്തിയത് രാജ്യത്ത് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ സമരം ചെയ്യുന്നതും പോരാട്ടം നയിക്കുന്നതും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്നതാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ജനാധിപത്യത്തിൻ്റെ ആത്മാവായ ഇന്ത്യൻ ഭരണഘടന എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തണമെന്നും എന്ത് വില കൊടുത്തും കോൺഗ്രസ് മുക്ത ഭാരതം ആക്കി രാജ്യത്തെ മാറ്റണമെന്നും എന്ത് വില കൊടുത്തും ഭരണഘടനാ മുക്ത ഭാരതമാക്കണം ഈ രാജ്യത്തെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദേശീയ വിഭാഗീയ ശക്തി നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇത്രയും അടിസ്ഥാനപരമായ, ഇത്രയും മഹത്തരമായ ഒരു പരിപാടിക്ക് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഭരണഘടന രക്ഷിക്കണം, ഭരണഘടന നമ്മുടെ ജീവനാണ്, ഭരണഘടനയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ജീവനില്ല എന്നുള്ള ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യവ്യാപകമായി, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ കാശ്മീരം തൊട്ട് കന്യാകുമാരി വരെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ഈ റാലി നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ഈ രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ കടുത്ത അനീതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആ അനീതി തുറന്നു കാട്ടി ജനങ്ങളെ നമുക്കതിനെതിരായി അണിനിരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് ഉത്തരവാദിത്വം നമ്മൾ പുറകോട്ട് പോവുകയാണ്. എത്ര നാൾ അടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ എന്നതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രോജ്വലമായ മുദ്രാവാക്യം. നമുക്ക് നാളത്തെ തലമുറ അവർ സ്വതന്ത്രരായി ഈ രാജ്യത്ത് ഭരണഘടനയുടെ ആ കീഴിൽ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഗാന്ധിജി ആരംഭിച്ച പോരാട്ടം, ഗാന്ധിജി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടി, ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി ഈ രാജ്യത്ത് ഗാന്ധിജി ആരംഭിച്ച പോരാട്ടം, പ്രിയപ്പെട്ടവരെ, ആ പോരാട്ടം ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ആദരണീയനായ കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജിയുടെ നേതൃത്വത്തിൽ, ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ആരംഭിച്ചിരിക്കുന്നതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് ചരിത്രം പലതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ തലസ്ഥാന നഗരി ഇന്ന് ഈ സായാഹ്നത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഞാൻ മറ്റൊന്നിലേക്കും കടന്നു പോകുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ത്യാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബഹുസ്വരതയുടെയും പുരോഗമനത്തിൻ്റെയും പാതകൾ നാം തുറന്നതിനെക്കുറിച്ചോ നമുക്കറിയാം. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ആ ചരിത്രം നമുക്ക് മാറ്റാൻ കഴിയില്ല. ഭരണഘടനയെ ആക്രമിക്കുന്നതിൻ്റെ ഏറ്റവും വേദനാജനകമായൊരു ഉദാഹരണമാണ് ഇന്നും മണിപ്പൂരിൽ ദേവാലയങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത്, ജുഡീഷ്യറികളുള്ള രാജ്യത്ത്, ഭരണഘടന ഈ രാജ്യത്ത് ഇല്ല ഉണ്ടോ എന്ന് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ സംശയിക്കത്തക്ക തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ, പല ഗ്രാമങ്ങളിൽ ഈ ഭരണഘടനയെ തകർക്കുന്ന ശ്രമങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ജാഥ വളരെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ജാജ്വല്യമാനമായ
ചരിത്ര ഏടുകൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ, നാം ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് വളരെ അത് പറയാതെ DCC പ്രസിഡന്റ് എന്ന നിലയിൽ കടന്നു പോകുന്നത് ശരിയല്ല. വളരെ കുറച്ച് ദിവസമാണ് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ കിട്ടിയത്.